ആലുവയിൽ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന 5 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസ് ഓരോ മാതാപിതാക്കളുടെയും ഉറക്കം കെടുത്തിയ സംഭവങ്ങളിലൊന്നാണ്. അത് ഒറ്റപ്പെട്ട അക്രമമെന്ന് കരുതിയെങ്കിൽ തെറ്റി. സ്വന്തം വീട്ടിൽ പോലും നമ്മുടെ കുട്ടികൾ സുരക്ഷിതരല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏറ്റവും ഒടുവിൽ കാസർഗോഡാണ് വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന 10 വയസ്സുകാരിയെ പുലർച്ചെ തട്ടിക്കൊണ്ടുപോയി അതിക്രമം കാട്ടിയത്. ഇതോടൊപ്പം ഈ പകൽ കേരളം ചർച്ച ചെയ്ത പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പുതിയ വെളിപ്പെടുത്തലുകളും ഗുണ്ടകളെ അമർച്ച ചെയ്യാനുള്ള പോലീസ് നടപടിയും വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കാസർഗോഡ് നിന്ന് രാവിലെ പുറത്തുവന്ന വാർത്ത കേട്ടാൽ കൊച്ചു കുട്ടികളുള്ള മാതാപിതാക്കളുടെ ഉറക്കം നഷ്ടപ്പെട്ടേക്കാം. ഈ നാട്ടിൽ മക്കളെയും കൊണ്ട് എങ്ങനെ ജീവിക്കുമെന്ന് ചിലപ്പോൾ ചിന്തിച്ചേക്കാം. കാസർഗോഡ് പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത് പുലർച്ചെയാണ്. മുത്തച്ഛൻ പശുത്തൊഴുത്തിലേക്ക് പോയ സമയം വീടിനകത്ത് കയറിയ അക്രമി ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ തട്ടിയെടുത്ത് സ്ഥലം വിട്ടു. പിന്നീട് കുട്ടിയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന ശേഷം ഉപേക്ഷിച്ചു. മോഷണമായിരുന്നു ലക്ഷ്യമെന്ന് ആദ്യം കരുതിയെങ്കിൽ വൈദ്യപരിശോധനയിലാണ് കുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായതായി തെളിഞ്ഞത്. സംഭവത്തിൽ 3 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. കാഞ്ഞങ്ങാടിനടുത്ത് പടന്നക്കാട് ഒഴിഞ്ഞ വളപ്പിലാണ് നാടിനു നടുക്കിയ സംഭവം. മുത്തച്ഛനൊപ്പം വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ ശേഷം സ്വർണ്ണാഭരണങ്ങൾ കവർന്ന് ഉപേക്ഷിക്കുകയായിരുന്നു. പുലർച്ചെ 3 മണിയോടെ പശുവിനെ കറക്കുന്നതിനായി മുത്തച്ഛൻ പശുത്തൊഴുത്തിലേക്ക് പോയ സമയം മുൻവശത്തെ വാതിലിലൂടെ വീടിനകത്ത് കയറിയ അക്രമി ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ തട്ടിയെടുത്ത് അടുക്കള വശത്തുള്ള വാതിലിലൂടെയാണ് പുറത്തിറങ്ങിയത്. കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചതിനു ശേഷം കാതിലെ ആഭരണങ്ങൾ കവരുകയും ചെയ്തു. പിന്നീട് വീടിന് 500 മീറ്റർ അകലെ പെൺകുട്ടിയെ ഉപേക്ഷിക്കുകയായിരുന്നു. സമീപത്തെ വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിച്ച ശേഷം ഈ വീട്ടുകാരോട് പെൺകുട്ടി വിവരം പറഞ്ഞു. ഇവരാണ് കുട്ടിയെ സ്വന്തം വീട്ടിലെത്തിച്ചത്. കാരണം ഇന്നലെ 2:30-ക്ക് ശേഷം സംഭവം വിളിച്ചത്. കാരണം ഇന്നലെ അച്ഛനും അമ്മയുണ്ടായില്ല, അമ്മ ടൂർ പോയിട്ടില്ല. അച്ഛൻ സാധാരണ സിറ്റൗട്ടിലാണ് കിടക്കുക. അതിനുശേഷം അച്ഛൻ പശുവുണ്ട്, ഞങ്ങൾ 3-4 പശുവുണ്ട്. അച്ഛൻ 3 മണിക്ക് ശേഷം കറന്നതിന് ശേഷം ഫ്രണ്ട് വാതിൽ അടച്ചിട്ട് ലോക്ക് ചെയ്തില്ല. അതിനുശേഷം കറന്നതിന് ശേഷം വരുമ്പോഴേക്ക് കുട്ടീനെ കാണുന്നില്ല. അടുക്കള വാതിൽ തുറന്നിട്ടുമുണ്ട്. 1 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് കുറേ നമ്മൾ നാട്ടുകാർ മൊത്തം പരിധി. അതിനുശേഷം ഒരു 5 മണിക്ക് ശേഷമാണ് ഒരാൾ എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്, ഇങ്ങനെ കുട്ടീനെ കൂടി ഉണ്ടെന്ന്. കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് കറന്നു കഴിഞ്ഞിട്ട് അതിനുള്ളിലേക്ക് വരുമ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല. 3-3:30 ഉള്ളിൽ സംഭവം നടന്നു. ഞാൻ 2 മണിക്ക് എണീച്ചിന്. ഞാൻ എന്നിട്ട് പാലെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് അപ്പുറം അടുക്കള വാല് തുറന്നിട്ടുണ്ട്, ഇത് അടച്ചിട്ടുണ്ട്. ഇത് പൂട്ടിയിട്ടൊന്നുമില്ല, അപ്പം ഞാൻ ചാരി വെച്ചതേ. ഇത് അതേപോലെ പൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ പൂട്ടി കണക്ക് തന്നെ ഉണ്ട്. അവിടുന്ന് അടുക്കള പോകുമ്പോഴേക്ക് അത് വാതിൽ തുറന്നിട്ടുണ്ട്. അത് ഞാൻ കുഞ്ഞിൻ്റെ അച്ഛനെ വിളിച്ചു. മലയാളത്തിൽ സംസാരിക്കുന്ന മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള ആളാണ് തന്നെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് കുട്ടിയുടെ മൊഴി. കണ്ണിനും കഴുത്തിനും പരിക്കുള്ള പെൺകുട്ടി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവിടെ നടത്തിയ പരിശോധനയിലാണ് കുട്ടി ലൈംഗികാതിക്രമത്തിന് ഇരയായെന്ന് കണ്ടെത്തിയത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സമീപ പ്രദേശങ്ങളിലെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് പ്രതിക്കായി അന്വേഷണം പുരോഗമിക്കുന്നത്. കണ്ണൂർ റേഞ്ച് DIG തോംസൺ ജോസ്, ജില്ലാ പോലീസ് മേധാവി P ബിജോയ് തുടങ്ങിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നു. വീടിനെ കുറിച്ച് അറിയാവുന്നയാളാണ് പ്രതിയെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. സംഭവത്തിൽ 1-ലധികം പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആലുവയിൽ അടുത്ത കാലത്ത് നടന്നതിന് സമാനമായ ഈ കേസ് അതീവ ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. 6 പതിറ്റാണ്ടുകൾക്ക് മുൻപ് സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും നിയമമൂലം നിരോധിക്കപ്പെട്ട രാജ്യമാണ് നമ്മുടേത്. പക്ഷേ ആ നിയമത്തിന് പുല്ലുവില കൊടുത്ത് പണത്തിനും സ്വത്തിനും വേണ്ടി വിവാഹം കഴിക്കുന്ന ഒരു തലമുറ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. കോഴിക്കോട് പന്തീരാങ്കാവിൽ നവവധുവിനെ മർദ്ദിച്ച കേസിലെ പ്രതി രാഹുലിന്
വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ കച്ചവടമായിരുന്നു. വിവാഹ കച്ചവടം. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിന് പിന്നാലെയാണ് ഇയാളുടെ തനി സ്വഭാവം നാട്ടുകാർ അറിയുന്നത്. ഇയാളൊരു സൈക്കോ മാത്രമല്ല, വിവാഹ തട്ടിപ്പ് വീരൻ കൂടിയാണ്. നേരത്തെ വിവാഹം കഴിച്ച കാര്യം മറച്ചുവെച്ചാണ് രാഹുൽ പറവൂരിലെ പെൺകുട്ടിയെ വിവാഹം കഴിച്ചതെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. മുൻപ് വിവാഹം കഴിച്ച കാര്യം മറച്ചുവെച്ചാണ് രാഹുൽ മകളെ വിവാഹം കഴിച്ചതെന്ന് പറവൂർ സ്വദേശിനിയായ പരാതിക്കാരിയുടെ അച്ഛൻ പറയുന്നു. എൻഗേജ്മെന്റ് വരെ എത്തിയ വിവാഹം മാറിപ്പോയി എന്നേ പറഞ്ഞിരുന്നുള്ളൂ. വിവാഹിതനായ ഒരാൾക്ക് തന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ട ആവശ്യം എന്താണെന്നും പെൺകുട്ടിയുടെ അച്ഛൻ ചോദിക്കുന്നു. ഇവൻ ഇതിക്ക് മുമ്പും പല പെൺകുട്ടികളെയും ഇതേപോലെ വഞ്ചിച്ചിട്ടുണ്ട് എന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഈ 12-ാം തീയതി ഇവൻ്റെ നാട്ടിൽ ചെന്നപ്പോൾ അടുക്കടാളം ചടങ്ങുമായിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളാക്കിയിട്ട് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇവൻ ഒരു ഫ്രോഡാണെന്നും പിന്നെ ഈ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്ന കക്ഷിയാണെന്നും അതിൻ്റെ ബിസിനസ് തന്നെ ഉണ്ടോ എന്നൊക്കെ അവർ സംശയിക്കുന്നതായിട്ട് എന്നോട് പറഞ്ഞു. എറണാകുളത്ത് ഒരു പെൺകുട്ടിയുമായി തീരുമാനിച്ച വിവാഹത്തിൽ നിന്ന് തീയതി അടുത്തപ്പോൾ പെൺകുട്ടിയും കുടുംബവും പിന്മാറി. തുടർന്ന് കോട്ടയത്ത് മറ്റൊരു പെൺകുട്ടിയുമായി വിവാഹം ഉറപ്പിച്ചു. തീയതിക്ക് മുൻപേ വിവാഹം രജിസ്റ്റർ ചെയ്തു. ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് വിവാഹം നേരത്തെ രജിസ്റ്റർ ചെയ്തതെന്നാണ് വിശദീകരണം. കല്യാണത്തിന് മുൻപ് പണം ആവശ്യപ്പെട്ട് രാഹുൽ പലതവണ ഭീഷണിപ്പെടുത്തുകയും കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തതോടെ വിവാഹ ചടങ്ങിൽ നിന്നും പെൺകുട്ടിയുടെ കുടുംബം പിന്മാറി. ഇതുമായി ബന്ധപ്പെട്ട വിവാഹമോചന കേസ് ഇപ്പോഴും കോടതിയിലുണ്ട്. വിവാഹമോചനം നേടാതെയാണ് രാഹുൽ പറവൂരിലെ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത്. അതേസമയം രാഹുൽ പെൺകുട്ടിയെ കൊണ്ട് നിർബന്ധിച്ച് മദ്യം കഴിപ്പിക്കുകയും സിഗരറ്റ് വലിപ്പിക്കുകയും ചെയ്തുവെന്ന് യുവതിയുടെ അമ്മ. അമ്മയും സഹോദരിയും അതിന്റെ ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചുവെന്നും പെൺകുട്ടിയുടെ അമ്മ ന്യൂസ് 18നോട് പറഞ്ഞു. രാഹുലേട്ടന്റെ അമ്മയും കൂടി നിർബന്ധിപ്പിച്ച് ബിയർ കുടിപ്പിച്ചു. എന്നിട്ട് രാജേഷിനെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചു. എന്നിട്ട് അമ്മ വീണ്ടും പറഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നു. പക്ഷെ എന്തുകൊണ്ടോ അവനത് ഒഴിച്ചു കൊടുത്തില്ല. വേറൊരു ദിവസം സിഗരറ്റ് വലിപ്പിച്ചിട്ട് അതും ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. പുതിയ അന്വേഷണ സംഘത്തെ കേസ് ഏൽപ്പിച്ചതിൽ സന്തോഷമുണ്ടെന്നും നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പെൺകുട്ടിയുടെ അച്ഛൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായ രീതിയിൽ ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും ഇടപെടലുകൾ നടത്തി അത് ACPക്ക് ചാർജ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് അത് പൂർണ്ണമായിട്ടുള്ള വിശ്വാസവും സന്തോഷവുമുണ്ട്. പെൺകുട്ടി ഗുരുതരമായ ശാരീരിക പീഡനത്തിന് ഇരയായെന്ന് കമ്മീഷൻ ലഭിച്ച പരാതിയിൽ വ്യക്തമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതിദേവി. പോലീസിൽ നിന്നുണ്ടായ മോശം പെരുമാറ്റവും പരാതിയിലുണ്ട്. ശാരീരിക പീഡനം ഏൽപ്പിക്കാൻ ഭർത്താവിന് അവകാശമുണ്ടെന്ന് കരുതുന്ന പോലീസുകാർ കേരളത്തിനും പോലീസ് സേനയ്ക്കും അപമാനമാണെന്നും P. സതിദേവി. ശാരീരികമായിട്ടുള്ള പീഡനം ഏൽപ്പിക്കാൻ ഭർത്താവിന് അവകാശമുണ്ട് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് സേനയ്ക്ക് അപമാനമാണ്. സംഭവത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് മർദ്ദനത്തിനിരയായ പെൺകുട്ടി പരാതി നൽകിയിരുന്നു. മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും SP-ക്കുമാണ് പരാതി അയച്ചത്. തുടർന്നാണ് നടപടികൾ ദ്രുതഗതിയിലായത്. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് പന്തീരാങ്കാവിലെ ഗാർഹിക പീഡന കേസിൽ രാഹുൽ മാത്രമാണോ കുറ്റവാളി? ഇയാളുടെ അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ നടപടി വേണ്ടേ? നവവധുവിനെ ക്രൂരമായി ആക്രമിച്ചത് കുടുംബത്തിന്റെ കൂടി അറിവോടെയെന്നാണ് പരാതി. ആദ്യം പ്രതിയെ സംരക്ഷിച്ച പോലീസ് സംഭവം വിവാദമായതോടെ പുതിയ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പിന്നാലെ SHO AS ഹരിനെ സസ്പെൻഡും ചെയ്തു. അതേസമയം വധശ്രമ കേസ് കൂടി ചുമത്തിയതോടെ പ്രതി രാഹുൽ ഒളിവിൽ പോയിരിക്കുകയാണ്. അതിനിടെ പെൺകുട്ടി അധിക്ഷേപിച്ചുള്ള യുവാവിന്റെ അമ്മയുടെ പ്രതികരണത്തിൽ നടപടി വേണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. പെൺകുട്ടിയെ മർദ്ദിച്ചെന്ന് കുറ്റസമ്മതവും അവർ നടത്തിയിരിക്കുകയാണ്. ഗാർഹിക പീഡന കേസിലെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പന്തീരങ്കാവ് SHO സരിനെ സസ്പെൻഡ് ചെയ്തത്. കമ്മീഷണർ റിപ്പോർട്ട് പരിഗണിച്ച് ഉത്തരമേഖല IG-യുടേതാണ് നടപടി. ഭർത്തൃവീട്ടിൽ ക്രൂരമായ പീഡനത്തിനിരയായെന്ന് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകിയെങ്കിലും അർഹിക്കുന്ന പരിഗണന SHO നൽകിയില്ലെന്ന് കമ്മീഷണർ IG-ക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പരാതിക്കാരിയോടുള്ള സരിന്റെ ഇടപെടലും മാന്യമായിരുന്നില്ല.
സസ്പെൻഷന് പുറമെ SHOയ്ക്കെതിരെ വകുപ്പ് തല നടപടികളും ഉണ്ടാവും. കേസിൽ പോലീസിന്റെ നടപടികൾക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നതിന് പിന്നാലെ രാഹുലിനെതിരെ വധശ്രമം, ശ്രീധരൻ പീഡന കുറ്റങ്ങളും ചുമത്തിയിരുന്നു. രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കങ്ങളും പോലീസ് ആരംഭിച്ചു. കേസിന്റെ അന്വേഷണ ചുമതല ഫാറൂഖ് ACP സാജു എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന് കൈമാറി. ACP പറവൂരിലെത്തി യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി. പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയതോടെ രാഹുൽ ഒളിവിൽ പോയി. മുൻകൂർ ജാമ്യത്തിനായി അഭിഭാഷകരുമായി ആലോചനകൾ നടത്തുന്നതായി രാഹുലിന്റെ അമ്മയും സ്ഥിരീകരിച്ചു. ബംഗളൂരു വഴി രാഹുൽ സിംഗപ്പൂരിലേക്ക് കടന്നതായും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇക്കാര്യം കുടുംബം തള്ളി. രാഹുൽ ഇപ്പോൾ എവിടെ ഉണ്ട്? പുറത്താണ്, ഇവിടെ തന്നെയുണ്ട്. അവന് ഈ കോഴിക്കോട് വിട്ട് പോയിട്ടില്ല. കോഴിക്കോട് വിട്ട് എവിടെയും പോയിട്ടില്ല, പോകില്ല. കുട്ടീനെ അടിച്ചെന്നുള്ളത് പറഞ്ഞ സത്യമാണ്. അതാണ് ഞങ്ങൾ അവിടെ രണ്ടുപേരും കൂടെ വഴക്കുണ്ടായപ്പോൾ അവിടെ സംഭവിച്ചതാണ്. ഇത് പുലർച്ചെ 3 മണിക്കോ 4 മണിക്കോ അങ്ങോട്ട് നടക്കുന്ന സംഭവം. 2 മണിക്കാണെന്ന് തോന്നുന്നു. എത്ര കൃത്യമായ ടൈമൊന്നും നമുക്കറിയില്ല. ഇവർ പറയുന്നത് നമുക്കറിയുള്ളൂ. അപ്പോൾ ആ സമയത്ത് അങ്ങോട്ട് നടക്കുന്ന സംഭവമാണിത്. അപ്പോൾ നമ്മളിത് രാവിലെ ഈ ഉച്ചയ്ക്കാണ്, പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് നമ്മളിത് അറിയുന്നത്. അവിടെ കാണുമ്പോഴാണ്. അതിന് മുന്നേ പോലെ നമ്മളോട് വന്നിട്ട് ഈ വിവരം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പന്തീരങ്കാവിലെ ഭർത്തൃവീട്ടിൽ ശ്രീധനത്തിന്റെ പേരിൽ ക്രൂരമായ പീഡനം നേരിട്ടെന്നായിരുന്നു പറവൂർ സ്വദേശിനിയായ നവവധുവിന്റെ വെളിപ്പെടുത്തൽ. കേബിൾ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്താൻ ഭർത്താവ് ശ്രമിച്ചെന്നും ലഹരിയിലായിരുന്ന രാഹുൽ ഒരു രാത്രി മുഴുവൻ അടച്ചിട്ട മുറിയിൽ മർദ്ദിച്ചെന്നും യുവതി വെളിപ്പെടുത്തിയിരുന്നു. രാഹുൽ ഭാര്യയെ മർദ്ദിച്ചതായി രാഹുലിന്റെ അമ്മയും സമ്മതിച്ചു. യുവതിക്കെതിരെ പല ആരോപണങ്ങളും രാഹുലിന്റെ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച തികയും മുമ്പാണ് യുവതി ക്രൂരമായ പീഡനത്തിന് ഇരയായത്. വീടുകാണൽ ചടങ്ങിനെത്തിയ അമ്മയും സഹോദരനും അടക്കം മുഖത്തും ശരീരത്തിലുമേറ്റ പാടുകളും രക്തക്കറയും കണ്ടതോടെയാണ് യുവതി കുടുംബത്തോട് ഇക്കാര്യം പറഞ്ഞത്. ന്യൂസ് 18 കോഴിക്കോട്. സിനിമയിൽ നായകനും പ്രതിനായകനുമായി തിളങ്ങിയിട്ടുള്ള നടൻ വിനായകൻ ഇപ്പോൾ സ്ഥിരം വിവാദ നായകനാണ്. സിനിമാ താരമാണെങ്കിലും ഈ നാട്ടിലെ നിയമം എല്ലാവർക്കും ബാധകമാണെന്ന് വിനായകൻ തിരിച്ചറിയണം. എന്നാൽ വിനായകൻ രാത്രി 11 മണിക്ക് പാലക്കാട് കൽപ്പാത്തി ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ശ്രമിച്ചതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. രാത്രി ക്ഷേത്രത്തിൽ പ്രവേശിക്കാനൊരുങ്ങിയ വിനായകനെ പ്രദേശവാസികളും ക്ഷേത്രം ഭാരവാഹികളും തടഞ്ഞിരുന്നു. തുടർന്ന് നാട്ടുകാരും വിനായകനും തമ്മിൽ തർക്കവുമുണ്ടായി. അപ്പൊ പുള്ളി എന്നെ വന്ന് ചീത്ത പറഞ്ഞു നിങ്ങളെ പോലെ. തിങ്കളാഴ്ച രാത്രി 11 മണിക്കാണ് വിനായകൻ കൽപ്പാത്തി ക്ഷേത്രത്തിൽ പ്രവേശിക്കാനെത്തിയത്. ക്ഷേത്രനട അടച്ച ശേഷമാണ് നടൻ കൽപ്പാത്തിയിൽ എത്തിയത്. ക്ഷേത്രത്തിൽ പ്രവേശിക്കണമെന്ന് വിനായകൻ ആവശ്യപ്പെട്ടെങ്കിലും നാട്ടുകാർ സമ്മതിച്ചില്ല. പിന്നീട് പോലീസ് എത്തി വിനായകനെ അനുനയിപ്പിച്ച് തിരിച്ചയക്കുകയായിരുന്നു. അതിനിടെ ജാതി വിവേചനം മൂലമാണ് വിനായകനെ ക്ഷേത്രത്തിൽ കയറ്റാത്തതെന്ന് ഒരു വിഭാഗം ആക്ഷേപമുന്നയിക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രചരണം ശരിയല്ലെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ വ്യക്തമാക്കുന്നത്. രാത്രി 11 കഴിഞ്ഞതിനാൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ലെന്നാണ് അറിയിച്ചതെന്നും മറ്റ് തർക്കങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്നും ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു. അയ്യങ്കാളിയെയും അയ്യങ്കാരെയും തമ്മിലടുപ്പിച്ച് ഇനിയും കുടുംബം പോറ്റാൻ നോക്കണ്ട എന്നാണ് വിവാദങ്ങളോട് വിനായകൻ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത്. ഞാൻ 2 ദിവസം മുമ്പ് വന്നതാ. ഭയങ്കര തിരക്ക് ഇവിടെ പരിപാടി. ആരെങ്കിലും ഈ നാടായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ഭയങ്കര പരിപാടി അവിടെ, സ്റ്റേജ് പരിപാടി. ഞാൻ ഒളിഞ്ഞു നോക്കിയിട്ട് ദൈവമേന്ന് പറഞ്ഞു പോയി. ഇന്ന് എന്റെ ഷൂട്ട് തീർന്നു. 8 മണിക്ക് എന്റെ ഷൂട്ട് തീർന്നു. അപ്പൊ എനിക്കൊന്നു ചേനെ പോലെ വന്നിട്ട് എന്നെ സഹായിച്ചു. നീ സഹായിക്കോ എന്ന് പറയാൻ വന്നതാ. ന്യൂസ് 18 പാലക്കാട്. കേരളം ഗുണ്ടകളുടെ സ്വന്തം നാടായി മാറുകയാണ്. സംസ്ഥാനത്തെമ്പാടുമായി 2000-ഓളം ഗുണ്ടകൾ പോലീസിനെയും നിയമ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ച് നാട് കീഴടക്കിയിരിക്കുന്നു. ഓരോ ദിവസവും അക്രമവും കൊലപാതകങ്ങളും അരങ്ങേറുന്നു. എന്നിട്ട് ഇവർക്കെതിരെ എന്ത് നടപടി ഉണ്ടായി? കാര്യങ്ങൾ കൈവിട്ടുപോയെന്ന് തിരിച്ചറിഞ്ഞിട്ടാകാം പോലീസ് ഗുണ്ടകളെയും പിടികിട്ടാപ്പുള്ളികളെയും പിടികൂടാൻ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ആഗ് ഡി ഹണ്ട് പദ്ധതികളുടെ ഭാഗമായി നടത്തിയ റെയ്ഡിൽ
തിരുവനന്തപുരത്ത് ഗുണ്ടകളെ കസ്റ്റഡിയിലെടുത്തു. ഇതിനിടയിലും സംസ്ഥാനത്ത് ഗുണ്ടാക്രമണങ്ങൾക്ക് കുറവൊന്നുമില്ല. നെയ്യാറ്റിൻകരയിലും കാട്ടാക്കടയിലും കഴിഞ്ഞ രാത്രി ക്രിമിനൽ സംഘങ്ങൾ അഴിഞ്ഞാടുകയാണ് ചെയ്തത്. അമ്പൂരി കണ്ണന്നൂരിലാണ് ലഹരിയിൽ അഴിഞ്ഞാടിയ ഗുണ്ടാസംഘം വഴിയാത്രക്കാരെയും വീടും ആക്രമിച്ചത്. ഇരുചക്രവാഹന യാത്രികരെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയാണ് ആദ്യം ചെയ്തത്. അമ്പൂരി സ്വദേശിയായ പാസ്റ്റർ അരുണിന് വെട്ടേറ്റു. കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിയായ സരിതയ്ക്കും ഭർത്താവിനും നേരെയും ആക്രമണമുണ്ടായി. ഇത് ചോദ്യം ചെയ്ത ജയകുമാറിന്റെ വീടിനു നേരെയും ആക്രമണം നടന്നു. ജയകുമാറിന്റെ സ്കൂട്ടർ തകർത്ത് വാഹനത്തിൽ സൂക്ഷിച്ചിരുന്ന പണവും സംഘം കവർന്നു. നാട്ടുകാർ സംഘടിച്ചപ്പോൾ സംഘം ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഞാനിവിടെ പഞ്ചായത്ത് മെമ്പറായിട്ട് വന്നതിന് ശേഷം ഇത് രണ്ടാമത്തെ ടേണാണ് അടിയൻ. നേരത്തെ ഇതേപോലെ ഒരു സംഭവം ഉണ്ടായി. അന്ന് CPM-ന്റെ ലോക്കൽ സെക്രട്ടറി ഓടിച്ചിട്ട് എറിയുകയും ഞാൻ പറഞ്ഞ ഇവിടെ എന്താണ് അന്വേഷിക്കാനെന്ന് പറഞ്ഞു വിട്ടാണ് ലോക്കൽ സെക്രട്ടറി അവിടെ നിരന്തരമായിട്ട് എറിയുകയും ചെയ്തു. അതിനുശേഷമാണ് അന്ന് 4 പേരുണ്ടായിരുന്നു. അതിൽ ഈ ആശ എന്ന് പറയുന്നവൻ്റെ ആളുടെ മൂത്ത മോനെയും വേറെ അമ്പൂരിലുള്ളൊരു പയ്യനെ അന്ന് പോലീസ് കൊണ്ടുപോയി. 2-3 മാസത്തേക്ക് ഒരിക്കൽ ഇവിടെ വരും. വന്നു കഴിഞ്ഞാൽ നാട്ടിലുള്ള എവിടെ നിന്നെങ്കിലുമുള്ള പയ്യന്മാരെ വീട്ടിൽ കൊണ്ടുവന്ന് ഇവിടെ വെള്ളം അടിയും. കഞ്ചാവ്, മയക്കുമരുന്ന്, ബ്രാൻഡ് ഇതെല്ലാം കൂടെ കലക്കി ഒരുമിച്ചാണ് കുടിക്കുന്നത്. കുടിച്ചും കൊണ്ടാണ് യുവമാർ ഇവിടെ കിടന്നും കൊണ്ട് വേല കാണിക്കുക. റോട്ടിൽ പോണവരെ വെട്ടാക്കാം, വാളെടുത്ത് വീസാക്കാം. കാട്ടാക്കട നക്രാഞ്ചിറയ്ക്ക് സമീപമാണ് വെള്ളനാട് സ്വദേശികളായ വിഷ്ണുവിനും മനുവിനും ക്രൂരമർദ്ദനമേറ്റത്. 2 പേർക്കും കൈക്ക് പൊട്ടലുണ്ട്. ബസ് കാത്തു നിന്നപ്പോൾ ബൈക്കിലെത്തിയ 2 പേർ പോലീസ് സ്റ്റേഷനിൽ പോകണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ബൈക്കിൽ കയറ്റിയതായി ഇവർ പറയുന്നു. പൂവച്ചൽ കാപ്പിക്കാട് ഭാഗത്ത് ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച ശേഷം 2 പേരെയും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഇവരുടെ മൊബൈൽ ഫോണുകളും പണവും സംഘം കൈക്കലാക്കി. ഷാഡോ പോലീസാണെന്നാണ് പറഞ്ഞതെന്നും പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ കാട്ടാക്കട പോലീസ് അന്വേഷണം തുടങ്ങി. കരമനയിൽ അഖിലെന്ന യുവാവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഗുണ്ടകളെ നിയന്ത്രിക്കാൻ പോലീസ് പരിശോധന ആരംഭിച്ചത്. സിറ്റി പോലീസ് കമ്മീഷണറുടെയും റൂറൽ SP-യുടെയും നിർദ്ദേശപ്രകാരമാണ് ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട കുറ്റവാളികളുടെ വീടുകളിൽ റെയ്ഡ് നടത്താനുള്ള തീരുമാനം. കാപ്പ ചുമത്തപ്പെട്ട പ്രതികളുടെ വീടുകളിലും റെയ്ഡ് നടക്കുന്നുണ്ട്. നേമത്ത് നിന്ന് കാക്കാമൂല സ്വദേശി അഖിലിനെ പോലീസ് പിടികൂടി. വരും ദിവസങ്ങളിലും റെയ്ഡ് തുടരുമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു. ഈ ആക്ഷന്റെ ഇന്ന് രാവിലെ നമ്മുടെ നേമം ഭാഗത്ത് ഒരു നാട് കടത്തിയ ഒരു പ്രതിയെ കൂടി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കാപ്പ 15 ഓർഡർ പ്രകാരം ഒരു അഖിൽ ദേവ് എന്ന ഒരാൾ നമ്മുടെ ഫെബ്രുവരി മാസം നാട് കടത്തിയായിരുന്നു. അയാളുടെ വീട്ടിലെ തങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാപ്പ വയലേഷനാണ്. അയാൾ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ വയലേഷൻസ് വേറെ എന്തെങ്കിലും കോൺട്രബാൻഡ് അവരുടെ കയ്യിലെ ആംസ്, ഡ്രഗ്സ്, എക്സ്പ്ലോസീവ്സ് പോലത്തെ എന്തെങ്കിലും സാധനം കിട്ടുമെങ്കിൽ അതിന്റെ നിയമ നടപടി കൂടെ ഉണ്ടാവും. അതിക്രമങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ പോലീസിനെതിരെ വിമർശനം വ്യാപകമായതോടെയാണ് ആഗ് ഡി-ഹൺ പദ്ധതികൾ വീണ്ടും ഊർജിതമാക്കിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തൃശൂരിലെ ഗുണ്ടകളുടെ റീൽസ് ആവേശം കെട്ടടങ്ങും മുൻപേ പോലീസ് നടപടി തുടങ്ങിയിട്ടുണ്ട്. ആവേശം സിനിമാ മോഡൽ ഗുണ്ടാ പാർട്ടിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് പോലീസിനും നാണക്കേടായിരുന്നു. കാപ്പ പ്രതികൾ ആരെങ്കിലും പാർട്ടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുകയാണിപ്പോൾ. പ്രാഥമിക പരിശോധനയിൽ കഞ്ചാവ് കേസ് പ്രതികളെ തിരിച്ചറിഞ്ഞതായും പോലീസ് വ്യക്തമാക്കി. പാർട്ടി സംഘടിപ്പിച്ച ഗുണ്ടാ നേതാവ് അനൂപിനെതിരെ കേസെടുക്കുകയും ചെയ്തു. തൃശൂർ കുറ്റൂരിലെ കോൽപ്പാട് ശേഖരത്തായിരുന്നു ക്രിമിനലുകളടക്കം 60-ലധികം പേർ പങ്കെടുത്ത പാർട്ടി അരങ്ങേറിയത്. പാർട്ടി നടന്ന ദിവസം സ്ഥലത്തെത്തിയ പോലീസ് ഗുണ്ടാ നേതാവ് അനൂപിന്റെ പിതാവ് മരിച്ചതിന് സുഹൃത്തുക്കൾക്ക് ഭക്ഷണം നൽകുകയാണെന്ന് പറഞ്ഞത് വിശ്വസിച്ച് മടങ്ങുകയായിരുന്നു. ഗുണ്ടാ പാർട്ടിയുടെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെയാണ് പോലീസ് ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത്. കാപ്പ പ്രതികൾ ആരെങ്കിലും പാർട്ടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധന. പ്രാഥമിക പരിശോധനയിൽ കഞ്ചാവ് കേസ് പ്രതികളെ തിരിച്ചറിഞ്ഞതായും പോലീസ് വ്യക്തമാക്കി. 2020 മുതൽ വിയ്യൂർ സെൻട്രൽ ജയിലിൽ കൊലക്കേസ് വിചാരണ തടവുകാരനായ അനൂപിനെ കോടതി കുറ്റവിമുക്തനാക്കിയതിന്റെ സന്തോഷത്തിലായിരുന്നു ആവേശ മോഡൽ പാർട്ടി. ഗുണ്ടാ ഗ്രൂപ്പുകൾക്ക് പുറമെ വീരാരാധന പങ്കുവച്ച് നിരവധി പേരാണ് ഈ ദൃശ്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. ന്യൂസ് 18 തൃശൂർ.
തിരുവനന്തപുരം മാറനല്ലൂരിൽ വീട്ടമ്മയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം പോലീസ് പെട്രോൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. മാറനല്ലൂർ സ്വദേശിനി ജയയെ മകൻ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി. കേസിൽ മകൻ ബിജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നെഞ്ചിലേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആന്തരിക അവയവങ്ങളിൽ നിന്ന് രക്തസ്രാവം ഉണ്ടായതായും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. ചൊവ്വാഴ്ച രാവിലെയാണ് ജയയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അയൽവാസി ഇവരെ തിരക്കി വന്നപ്പോൾ കിടപ്പുമുറിയിലെ കട്ടിലിൽ കിടക്കുന്നതാണ് കണ്ടത്. വിളിച്ചിട്ട് അനക്കമില്ലാത്തതിനാൽ സമീപവാസികളെ വിവരമറിയിച്ചു. ഈ സമയം ജയയുടെ മകൻ ബിജു വീട്ടിലുണ്ടായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതോടെയാണ് പോലീസ് എത്തിയത്. വൃക്ക സംബന്ധമായ രോഗത്തെ തുടർന്ന് ജയ ദീർഘനാളായി ചികിത്സയിലായിരുന്നു. മദ്യപിച്ചെത്തുന്ന ബിജു നിരന്തരം അമ്മയുമായി വഴക്കിടുകയും മർദ്ദിക്കുകയും ചെയ്യുമെന്ന് സമീപവാസികൾ പോലീസിന് മൊഴി നൽകി. തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയായിരുന്നു. കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ജയയുടെ തലയിലും മുഖത്തും വലതു ചെവിയുടെ ഭാഗത്തും മുറിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. മർദ്ദനമേറ്റിരുന്നതായി പോസ്റ്റ്മോർട്ടത്തിലും വ്യക്തമായി. അമ്മ തറയിൽ വീണതിനാൽ അവിടെ നിന്നെടുത്ത് കട്ടിലിൽ കിടത്തിയെന്നാണ് ബിജു പോലീസിനോട് ആദ്യം പറഞ്ഞത്. മർദ്ദിച്ചിരുന്നതായി പിന്നീട് സമ്മതിച്ചു. വീട്ടിൽ അമ്മയും മകനും മാത്രമാണ് താമസിച്ചിരുന്നത്. ഊരൂട്ടമ്പലത്തെ പച്ചക്കറിക്കടയിലെ ജോലിക്കാരനായിരുന്നു ബിജു. 174 വകുപ്പ് പ്രകാരമാണ് ആദ്യം ഇയാൾക്കെതിരെ കേസെടുത്തത്. കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കൊച്ചുകുട്ടികളെ ലൈംഗികാതിക്രമത്തിന് ഇരകളാക്കുന്നവർ ഒരു ദയയും അർഹിക്കുന്നില്ല. അവർക്കൊരിക്കലും മാപ്പ് കൊടുക്കാനും കഴിയില്ല. കോഴിക്കോട് വാണിമേലിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ കോടതി മാതൃകാപരമായ ശിക്ഷയാണ് വിധിച്ചത്. കേസിലെ 2ാം പ്രതിയായ സ്ത്രീക്ക് 95 വർഷം തടവും മറ്റു 2 പ്രതികൾക്ക് 40 വർഷവും മറ്റൊരാൾക്ക് 6 മാസവുമാണ് ശിക്ഷ. 2019 മുതലുള്ള കാലയളവിൽ 1ാം പ്രതി വാണിമേൽ സ്വദേശി അനിലും 2ാം പ്രതി മണ്ണാർക്കാട് സ്വദേശിനി വസന്തയും ചേർന്ന് കുട്ടിയെ ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. ഇതിന് കൂട്ടുനിന്നു എന്ന കുറ്റത്തിനാണ് 3ാം പ്രതിയായ ദാസിനും ശിക്ഷ വിധിച്ചത്. ക്ലാസ് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിലാണ് കോഴിക്കോട് വാണിമേൽ സ്വദേശി അനിൽ, ഏറ്റുമാനൂർ സ്വദേശി ദാസ്, മണ്ണാർക്കാട് സ്വദേശി വസന്ത എന്നിവർക്ക് കോടതി ശിക്ഷ വിധിച്ചത്. 1ാം പ്രതി അനിലിന് 40 വർഷം കഠിന തടവും 6000 രൂപ പിഴയും, 2ാം പ്രതി ദാസിന് 6 മാസം കഠിന തടവിനും 5000 രൂപ പിഴയും, 3ാം പ്രതി വസന്തയ്ക്ക് 20 വർഷവും 6 മാസവും കഠിന തടവുമാണ് ശിക്ഷ. നേരത്തെ ഈ കേസിൽ വസന്തയ്ക്ക് കോടതി 75 വർഷം കഠിന തടവും 90000 രൂപ പിഴയും വിധിച്ചിരുന്നു. വസന്ത ഇപ്പോൾ കണ്ണൂർ വനിതാ ജയിലിലാണ്. ദാസിന് 6 മാസം തടവ് ശിക്ഷ വിധിച്ചിരുന്നെങ്കിലും ഇയാൾ ജാമ്യത്തിലിറങ്ങി. തുടർന്ന് അനിലിനെ പ്രതി ചേർത്ത ശേഷം നടത്തിയ വിചാരണയിലാണ് കോടതി വിധി പറഞ്ഞത്. അനിലിന് 40 വർഷം തടവും 60000 രൂപ പിഴയും, ദാസിന് 6 മാസം തടവും 5000 രൂപ പിഴയും, വസന്തയ്ക്ക് 20.5 വർഷം തടവും 35000 രൂപ പിഴയടയ്ക്കാനുമാണ് കോടതി വിധിച്ചത്. ഇതോടെ വസന്തയ്ക്കുള്ള ആകെ തടവ് ശിക്ഷ 95 വർഷമായി. എന്നാൽ ആദ്യത്തെ 75 വർഷം എന്നത് ഒന്നിച്ച് 20 വർഷം അനുഭവിച്ചാൽ മതി. ഈ വിധിയിലെ 20 വർഷം കൂടിയാകുമ്പോൾ 40 വർഷം വസന്ത ജയിലിൽ കഴിയണം. ലൈംഗിക പീഡനം, പീഡനത്തിന് ഒത്താശ ചെയ്തു നൽകൽ തുടങ്ങിയ കുറ്റങ്ങളാണ് വസന്തയ്ക്ക് മേൽ ചുമത്തിയത്. പീഡന വിവരം അറിഞ്ഞിട്ടും മറച്ചുവെച്ചതിനാണ് ദാസിനെ ശിക്ഷിച്ചത്. 2019 മുതൽ അനിലും വസന്തയും പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കി വരികയായിരുന്നു. വാണിമേൽ പരപ്പുപ്പാറയിലെ വാടക വീട്ടിൽ വെച്ചാണ് കുട്ടി ക്രൂരമായ പീഡനത്തിന് ഇരയായത്. പലരിൽ നിന്നും ക്രൂര പീഡനത്തിനിരയായ കുട്ടിയെ സാമൂഹിക പ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്ന് ബാലിക സദനത്തിലേക്ക് എത്തിക്കുകയും ഇവിടെ വെച്ചാണ് പീഡന വിവരം പുറത്തറിയുന്നത്. വളയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ എസ്ഐ ജീവൻ ജോർജ്, നാദാപുരം കൺട്രോൾ റൂം എസ്ഐ രഞ്ജിത്ത് എന്നിവരാണ് അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്.
പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും 17 സാക്ഷികളെ വിസ്തരിക്കുകയും 18 രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ മനോജ് അരൂർ ഹാജരായി. ന്യൂസ് 18 വടകര. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കാട്ടാക്കടയിലെ യുവതിയുടെ കൊലപാതകത്തിൽ പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ്. പേരൂർക്കട സ്വദേശി രഞ്ജിത്തിനായാണ് അന്വേഷണ സംഘം ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. തൃപ്പൂണിത്തുറയിൽ കിടപ്പുരോഗിയായ അച്ഛനെ ഉപേക്ഷിച്ച മകൻ അറസ്റ്റിൽ. ഏരൂർ സ്വദേശി അജിത്തിനെയാണ് അറസ്റ്റ് ചെയ്തത്. സിനിമാ നിർമ്മാതാവ് ജോണി സാഗരിക വഞ്ചനാ കേസിൽ അറസ്റ്റിൽ. സിനിമാ നിർമ്മാണത്തിന് 2.75 കോടി രൂപ വാങ്ങി കബളിപ്പിച്ചെന്ന കോയമ്പത്തൂർ സ്വദേശിയുടെ പരാതിയിലാണ് നടപടി. തൃശൂർ പൂരത്തിനിടെ വിദേശ വനിതയെ അപമാനിച്ച കേസിൽ പ്രതി പിടിയിൽ. പാലക്കാട് ആലത്തൂർ സ്വദേശി സുരേഷാണ് പിടിയിലായത്. വടക്കാഞ്ചേരിയിൽ 250 മില്ലിഗ്രാം ബ്രൌൺ ഷുഗറുമായി അസം സ്വദേശി പിടിയിൽ. 25-കാരനായ അനാറുൽ ഇസ്ലാമാണ് പിടിയിലായത്. കണ്ണൂരിലെ യൂത്ത് ലീഗ് നേതാവ് ജിയാസ് വെള്ളൂരിനെതിരെ MSF സംസ്ഥാന സെക്രട്ടറിയുടെ പരാതിയിൽ വേങ്ങര പോലീസ് കേസെടുത്തു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് ഭീഷണിപ്പെടുത്തുന്നെന്നാണ് പരാതി. മലപ്പുറം പുത്തനത്താണിയിൽ മോഷ്ടാക്കളുടെ ശല്യം രൂക്ഷം. കരിങ്കപ്പാറ അസ്കറിന്റെ ബൈക്ക് മോഷ്ടിച്ചതിനു പുറമെ 4 വീടുകളിൽ മോഷണശ്രമവും നടന്നു. പട്ടാമ്പിയിൽ സ്ത്രീകൾ മാത്രമുള്ള വീട് കുത്തിത്തുറന്നു മോഷണം. കൊടല്ലൂർ മാങ്കോട്ടിൽ ബാലകൃഷ്ണന്റെ വീട്ടിൽ നിന്ന് 5 പവൻ സ്വർണവും പണവും അപഹരിച്ചു. കോഴിക്കോട് കോടഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത യുവാവ് റിമാൻഡിൽ. വേളാംകോട് സ്വദേശി രഞ്ജു മാത്യുവിനെയാണ് റിമാൻഡ് ചെയ്തത്. കാസർഗോഡ് കേന്ദ്ര സർവകലാശാല അധ്യാപകൻ ഇഫ്തിഖാർ അഹമ്മദിന് സസ്പെൻഷൻ. കണ്ണൂരിൽ യുവതിയോട് അപമര്യാദയായി പെരുമാറിയതിന് അറസ്റ്റിലായതിനെ തുടർന്നാണ് നടപടി. കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിലെ സ്വർണ്ണപ്പണയ തട്ടിപ്പിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രതിയായ സംഘം സെക്രട്ടറി കെ രതീശൻ വയനാട്ടിൽ സ്ഥലവും ബംഗളൂരുവിൽ 2 ഫ്ളാറ്റുകളും വാങ്ങിയതായി വിവരം. ലഹരിയിൽ അഴിഞ്ഞാടുന്ന യുവാക്കൾ നാട്ടിൽ ഭീതി വിതയ്ക്കുകയാണ്. പോലീസിനെയോ നമ്മുടെ നിയമ സംവിധാനങ്ങളെയോ അവർക്ക് പേടിയില്ല എന്നതാണ് കാസർഗോഡ് കണ്ടൊരു കാഴ്ച. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ പോലീസ് എയ്ഡ് പോസ്റ്റ് യുവാവ് അടിച്ചു തകർത്തു. വൈകിട്ടാണ് സംഭവം ഉണ്ടായത്. മധൂർ പട്ല സ്വദേശി ഗണേഷ് എയ്ഡ് പോസ്റ്റ് അടിച്ചു തകർത്തത് ലഹരിയിലെന്നാണ് വിവരം. യുവാവിനെ പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പോലീസിന് പോലും രക്ഷയില്ലാത്ത ഈ നാട്ടിൽ സാധാരണക്കാർ എങ്ങനെ സ്വൈര്യമായി ജീവിക്കും? ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.